ഇത് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാൻ ശ്രീലങ്കയിൽ നിന്നും കൊളംബോയിൽ നിന്നും നേരെ നാട്ടിലേക്ക് വിമാനത്തിൽ പോവുകയാണ്. അപ്പം നമ്മളെ ശ്രീലങ്കയിലെ കൊളംബോ എയർപോർട്ടും നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ശ്രീലങ്കയിലെ കൊളംബോ എയർപോർട്ട്. ഇപ്പോൾ സമയം പുലർച്ചെ 2:45. ഞാൻ നേരെ റൂമിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് ഇവിടെ ഒരു ചെറിയ കോസ്റ്ററിൻ്റെ പോലത്തെ ചെറിയ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. 300 രൂപയാണ് അതിന് കൂലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. കൊളംബോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോരുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കനത്ത മഴയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഡിപ്പാർച്ചർ, നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും കാണിച്ചു കൊടുക്കണം. എന്നിട്ട് നേരെ അങ്ങോട്ട് അകത്തേക്ക് പോരാം. സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പിന്നെ കുറച്ച് നേരത്തെ വന്നതാണ്. ഇൻ്റർനാഷണൽ യാത്രയ്ക്ക് എപ്പോഴും ഒരു 3 മണിക്കൂർ മുമ്പ് എത്തണം എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എയർപോർട്ടും പരിസരമൊക്കെ ഒന്നിങ്ങനെ നടന്ന് അങ്ങനെ കാണാം. ഈ എയർപോർട്ടിൻ്റെ പേര് കൊളംബോ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയാറുണ്ട്. പിന്നെ ബണ്ടാരനായകെ അന്താരാഷ്ട്ര വിമാനത്താവളം അങ്ങനെ ഇതിനെ പറയുന്നുണ്ട്. ഇതിൻ്റെ പുറത്തൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ബണ്ടാരനായകെ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന്. പിന്നെ വേറൊരു പേരും കൂടി ഉണ്ട് ഇതിന്, കടുനായകെ അന്താരാഷ്ട്ര വിമാനത്താവളം അങ്ങനെയും പറയും. ശ്രീലങ്കയിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. പിന്നെ ജാഫ്നയിലുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ മുൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, SWRD ബണ്ടാരനായകന്. അദ്ദേഹം 1899 1959 ഇവിടെ ഉണ്ടായിരുന്നത്. ഈ എയർപോർട്ട് നിൽക്കുന്നത് നെഗംബോയുടെ പ്രാന്തപ്രദേശത്താണ്. ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കൊളംബോയിലേക്ക്. 1967 ഈ എയർപോർട്ട് തുറന്നത്. ശ്രീലങ്കയിലെ എയർപോർട്ട് ആൻഡ് ഏവിയേഷൻ സർവീസസ് ഉണ്ട്, ശ്രീലങ്കൻ ലിമിറ്റഡാണ് ഇത് നിയന്ത്രിക്കുന്നത്. പിന്നെ കൂടാതെ ശ്രീലങ്കയുടെ ദേശീയ വിമാന കമ്പനിയായ ശ്രീലങ്കൻ എയർലൈൻസ്, പിന്നെ സ്വകാര്യ ഉടമസ്ഥയിലുള്ള പിന്നെ കുറഞ്ഞ നിരക്കുള്ള വിമാന കമ്പനി ഉണ്ട്, ഫിറ്റ്സ് എയർ എന്നറിയും അത്. പിന്നെ ആഭ്യന്തര വിമാന കമ്പനിയായ സിന്നമൺ എയർ ഉണ്ട്. ഇവരൊക്കെ കേന്ദ്രം ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശ്രീലങ്കയിൽ തന്നെ കൊളംബോ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ വിട്ടിട്ട് രത്നമാലാന എന്ന് പറഞ്ഞിട്ടൊരു അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട്. രാജ്യത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായിരുന്നു ഇത്, ഈ രത്നമാലാന എയർപോർട്ട്. ഈ എയർപോർട്ട് 1967 ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ മുമ്പ് വരെ ആ മറ്റേ എയർപോർട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ എയർപോർട്ട് ഇപ്പോൾ വ്യോമയാന പരിശീലന സംഘടനയുടെ ആസ്ഥാനമാണത്. അവിടെ നിന്നുകൊണ്ട് കുറച്ച് സർവീസുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു സൈനിക എയർപോർട്ട് കൂടിയാണ്. നമ്മുടെ ഇന്ത്യയിലെ എയർപോർട്ടിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇതൊക്കെ വളരെ ചെറിയ സംഭവമാണ്. അധികം യാത്രക്കാരൊന്നും ഇപ്പോൾ കാണുന്നില്ല. ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ആ ഒരു കൗണ്ടർ മാത്രം ഇപ്പോൾ തുറന്നിട്ട് ഇപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് ഉണ്ട് തോന്നുന്നു, അതുകൊണ്ടിരിക്കും തോന്നുന്നുണ്ട്. ഇവിടെ ഈ പിന്നെ ഡൊണേഷനൊക്കെ ഇടുന്നൊരു പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കാശിടാം. സംഭവമൊക്കെ നല്ല ക്ലീനൊക്കെ തന്നെയാണ്. വളരെ ക്വയറ്റ് ശാന്തമായിട്ടുള്ള ഒരു ഒച്ചയും വിളിയും തിരക്കൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ കൗണ്ടർ തുറക്കാനായിട്ടില്ല. Please clear security and proceed to gate number 11.
ഇപ്പം സമയം 5:30 മണിയായിരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ ഒന്ന് ഓപ്പൺ ആക്കിയത് കൗണ്ടർ. ഇനി ഇവിടുന്ന് ബോർഡിംഗ് പാസ് എടുക്കണം. എന്നിട്ട് ബോർഡിംഗ് പാസ് കഴിഞ്ഞിട്ട് പിന്നെ ലോഞ്ചിലൊന്ന് കയറണം. നമ്മുടെ 2 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ലോഞ്ച് ഉണ്ടല്ലോ, ഈ സമയത്ത് ഇവിടെ അധികം ഫ്ലൈറ്റുകളില്ല. അതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ലഗേജൊന്നും അധികമല്ല നമുക്ക്, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഇതിൻ്റെ അകത്തേക്കാണ്ട് പോവാണ്. ശ്രീലങ്കൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. അവിടെ ഒരു സാരി എടുത്തിട്ടൊരു പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ടല്ലേ, ഇവരെ ദേശീയ വസ്ത്രമാണ് ഈ കാണുന്നത്. സരി എന്ന് പറയും ഇവർ. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് വാങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പുറമേ നിന്ന് ഇങ്ങനെ കാണുകയാണ്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ലോഞ്ചൊന്ന് തിരഞ്ഞു പിടിക്കണം. അതിനു വേണ്ടി നടക്കുന്ന തിരക്കിലാണ്. ഇതൊക്കെ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ സാധനങ്ങളാണ് കംപ്ലീറ്റ്. മുമ്പ് ഞാനൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ ഇത് കാണിച്ചിരുന്നില്ലേ, കെയ്റോ ഇവിടെ കൊളംബോയിൽ. നമ്മൾ ഒരു ഒരു ഷോപ്പ് മാളിൻ്റെ ഉള്ളിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന ഒരു സംഭവം നമ്മളെ എയർപോർട്ടിൽ നമ്മളേക്ക് ആ ഒരു ഫ്ലൈറ്റിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് എത്തിച്ചേരും. അപ്പോൾ എയർപോർട്ടൊക്കെ അടിപൊളി എയർപോർട്ടാണ്. തിരക്കില്ല, തിരക്കൊന്നുമില്ല ഇവിടെ അങ്ങനെ. അപ്പോൾ നമുക്കങ്ങനെ ചുറ്റിക്കറങ്ങി കാണാം. ഞാൻ 2 രൂപൻ്റെ ആ ലോഞ്ച് തിരഞ്ഞിറക്കുകയാണ്. കുറേ നടക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു, ഇപ്പോൾ കാണുന്നില്ല എവിടെയാണ്. അപ്പോൾ ഇതൊരു ലോഞ്ചാണ്, എക്സിക്യൂട്ടീവ് ലോഞ്ച്. ഇനി വേറെ 1-2 ഉണ്ട്. ഇത് ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ യാത്രക്കാർക്ക് മാത്രമുള്ള ഒരു ലോഞ്ചാണ് ഈ ലോഞ്ച്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കും കയറുന്നില്ല. ഇവിടെ ഒരു ലോഞ്ചുണ്ട്. അപ്പോൾ ഈ ലോഞ്ചിലേക്കാണ് ഞാനിനി കയറുന്നത്. അപ്പം ഇനി ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ബാക്കി ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, കാരണം നമുക്ക് ഫ്ലൈറ്റിൽ ഭക്ഷണം ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ഉള്ളിലേക്ക് പോയി നോക്കട്ടെ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പം ഞാൻ അകത്തെത്തിക്കുന്നു. ഇതിവിടെ കൗണ്ടറുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡുകളൊക്കെ ഇങ്ങനെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫുഡുണ്ട്, ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലത്തെ അത്ര അങ്ങോട്ട് ഉഷാറോ കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഇവിടുത്തെ തന്നെ. അപ്പോൾ ഇവിടെ ഇതിലേ ഇങ്ങനെ വന്ന് അപ്പോൾ നമുക്ക് ഓരോന്ന് കാണാം. ഇഡ്ഡലി ഉണ്ട്, ഒരു പ്രത്യേകതരം ഇഡ്ഡലിയും, മിൽക്ക് ഇഡ്ഡലി, ചിക്കൻ കറി, ഫിഷ് ഉണ്ട്, കടലക്കറി ഉണ്ട്, ബീൻസ് കറിയാണ്, നട്ട്സുകളൊക്കെ ഉണ്ട് ഇവിടെ, ഉപ്പിലിട്ട ഐറ്റംസ്, ജെയ്ത്തൂൻ, ഒലീവ് കായാണ്. ഇത് ബെന്നാണ്. തീരെ തിരക്കില്ല ഇവിടെ. ഇത് കപ്പ് കേക്കുകൾ, ഇത് മറ്റേ കേക്കുകൾ, ബ്രെഡ്, ഇത് വലിയ ബ്രെഡ്, ഇതൊക്കെയാണ് ഇതിലത്തെ ഐറ്റംസ്. പിന്നെ ഇവിടെ
കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസ് വേറെ ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. ഇത് കിച്ചൻ്റെ ഏരിയയാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഇത്രയാണ് ഇവിടെ. ഇതൊരു സിറ്റിംഗ് ഏരിയയാണ്. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. ഇതൊരു ലോങ് വ്യൂ ആണ്. കംപ്ലീറ്റ് വളരെ ചെറുതാണ്, അധികം ഉയരമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി പുറത്തേക്ക് കിടക്കുകയാണ്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാത്ത എനിക്ക് ഫ്ലൈറ്റിൽ ഭക്ഷണം ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നേരമൊക്കെ വെളുത്ത് വന്നിരിക്കുന്നു. നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ വിമാനങ്ങളൊക്കെ ഇങ്ങനെ കാണൽ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്തിട്ട് നല്ല നനവുണ്ടല്ലേ. റൂമിൽ നിന്ന് എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ല മഴയാണ് റോട്ടിൽ. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്കുള്ള പ്രൈവറ്റ് ടാക്സിയാണ് അത്. അതിന് 300 രൂപയാണ് ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നത് അവർ. എന്നിട്ട് എന്ത് വെച്ചാൽ മറ്റേ പ്രൈവറ്റ് ബസ്സുകളില്ല, ബസ്സാകുമ്പോൾ ഇതിലും കുറവാണ് ചാർജ്. അത് മൊത്തം അതിൽ ഫുള്ളായി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പോവുക. ചിലപ്പോൾ 1-2 ആൾക്കാർ കുറവുണ്ടെങ്കിൽ അവർ പോകും, പക്ഷേ ഫുള്ളായിട്ടാണ് ഉണ്ട്. ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പുറത്താണ് ആ ഒരു പിന്നെ ടാക്സി നിർത്തിയിടുക. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകും. ഒരു വണ്ടി ഫുള്ളായി കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത വണ്ടിയിൽ പോവും, പിന്നെ അതിൻ്റെ അപ്പുറത്തെ വണ്ടി പോവും, പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് ആ ഒരു സർവീസ് ഉള്ളത്. അതുകൊണ്ട് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെന്താ വെച്ചാൽ ഇവിടെ ട്രെയിൻ സർവീസ്, ട്രെയിനുണ്ട്. ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെയും കുറേ എയർപോർട്ടിലേക്ക് ഇറങ്ങി പിന്നെയും വേറെ ടാക്സി വിളിച്ച് വരണം. അതിലും നല്ലത് അവിടെ നിന്ന് ഇങ്ങോട്ട് നേരിട്ടിട്ട് എയർപോർട്ടിലേക്ക്, കൊളംബോയിൽ നിന്ന് എയർപോർട്ടിലേക്ക് ടാക്സി വിളിച്ച് വരലാണ് ഏറ്റവും ഉത്തമം. R5 എന്നുള്ള ഗേറ്റിലാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഞാനിവിടെ എസ്കലേറ്ററിലൂടെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു ഭാഗമുണ്ട്, R2, R3, R4, R5. ആ R5ലാണ് നമ്മളെ കൗണ്ടർ. അവിടെ പോയാലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ബരിസ്റ്റ. നമ്മുടെ കൗണ്ടർ തുറക്കാനയക്കുന്ന ചെന്നൈ ഫ്ലൈറ്റിൻ്റെ പേരോടെ ഇട്ടിരുന്നു. ആ ഫ്ലൈറ്റിൻ്റെ പേരിട്ടെങ്കിൽ മാത്രമുള്ളൂ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റ് റൂമുണ്ട്. അപ്പോൾ ഈ റൂമിൽ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് ബസ് നമ്മളത് വരും. ബസ് വരുന്ന സമയത്താണ് നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുക. അതുവരെ നമ്മളിവിടെ വെയിറ്റിങ്ങിൽ ഇരിക്കണം. അപ്പോൾ നമുക്ക് ബാക്കി ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.